ഗംഭീരം, നമുക്ക് നല്ലതല്ലേ. നിങ്ങൾ പടം കാണൂ, അഭിപ്രായം പറയൂ. പുറകിൽ കണ്ടുവരുന്നവരെല്ലാവരോടും ചോദിക്കൂ അഭിപ്രായം. നമുക്ക് പടം ഭയങ്കര എൻഗേജിങ് ആണ്, ഹാപ്പിയാണ്. ഇനി എവറിത്തിങ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓഡിയൻസ്. പക്ക ഫാമിലി എന്റർടൈനർ ആണ്. പുറത്തിറങ്ങി ഫാമിലി ഓഡിയൻസുകൾ ഭയങ്കരമായിട്ട് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആയിട്ട് പറയുന്നു. വളരെ സന്തോഷം. നിങ്ങൾ ഇനി കണ്ടു പറയണം അല്ലേ? തീർച്ചയായിട്ടും. ഇതാ ചില സ്ഥലത്തൊക്കെ ഭയങ്കര ക്ലാപ്സ് ഉണ്ട്. ഞങ്ങളുടെ സ്റ്റാർ ഇപ്പൊ മിസ്സിംഗ് ആണ്. പുള്ളി ഫ്രാൻസിന്റെ കൂടെ പാലക്കാട് സിനിമ ഞങ്ങളുടെ ജയ്സേട്ടൻ, നമ്മുടെ പാലക്കാട് അച്ഛൻ ജെയ്സ് മാത്രം ഇവിടെ മിസ്സിംഗ് ആണ്. ജെയ്സ് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടോപ്പിക്കാണ്. അത് കൺവേ ചെയ്യേണ്ട രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടപ്പം അടിപൊളിയായിട്ടുണ്ട്. കാണാൻ എല്ലാവരും ഗംഭീര പടമുണ്ടാണ്. ഈ കാലഘട്ടത്തിന്റെ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഇന്നത്തെ ഈ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട് കിടക്കുന്ന നമ്മുടെ കോളേജിലെ കലാലയത്തിലുള്ള വിദ്യാർത്ഥികളെല്ലാം കാണേണ്ടതാണ് ഈ സിനിമ. അത് സാധാരണ കാണുന്ന പോലെ ഒരു ക്ലീഷേ പടമല്ല. കുറേ നാളുകളായി ഈ കോളേജ് സ്റ്റോറി വെച്ചിട്ടൊരു സിനിമ വന്നത്. വളരെ ഗംഭീരമായിട്ട് നല്ല സംവിധാനമാണ്. തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. നല്ലൊരു ലെസണാണ് ഈ സിനിമ. സേ നോ ടു ഡ്രഗ്സ്. അതെ, ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ഫിലിമാണ്. ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, ആഘോഷമാക്കേണ്ട പടം തന്നെയാണ്. എന്താ പറയുക, എന്തായാലും ഫാമിലിക്ക് എന്തായാലും നിങ്ങൾ ഫാമിലി ആയിട്ട് ഈ ക്രിസ്മസ് വെക്കേഷന് തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് കാണാൻ പറ്റും. എന്തായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പാട്ടുകളായാലും കോമഡികളായാലും അത്യാവശ്യം നന്നായി വർക്കായിട്ടുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയാ. പറഞ്ഞോ. അല്ല, അതന്നെയാണ് ഞങ്ങൾക്ക് ഫുൾ എക്സൈറ്റ്മെന്റ്. ആദ്യമായിട്ടാണ് സ്ക്രീനിൽ കാണുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ കൈയും കാലൊക്കെ പറക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ ജെന്യുവനായിട്ട് അറിയിക്കുക, വിളിച്ചറിയിക്കുക, മെസ്സേജ് അയക്കുക. അതെ, അപ്പൊ ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഒട്ടും കുറയാത്ത തരത്തിൽ തന്നെയായിരുന്നു പടം വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. ടൈംലി മെസ്സേജ് ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് സർവീസ് ടു സൊസൈറ്റി. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിനും യോജിക്കുന്ന ഒരു സിനിമ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടി, യൂത്തിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. ക്രിസ്മസ് സമ്മാനമാണ്, ന്യൂ ഇയർ സമ്മാനമാണ്. ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ തരികയാണ്. എല്ലാവരും ഏറ്റെടുക്കണം, കുടുംബം ഒന്നിച്ച് കാണണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നല്ലതാണ്. കാരണം അമൽ ജോക്കി നമുക്കെല്ലാവർക്കും അറിയാം, ഗുമസ്തൻ ഇതിന് മുന്നേ വന്ന പടം ഹിറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം ആഘോഷം ചെയ്യും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. എനിക്ക് തോന്നി ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ ചെയ്യാൻ ഈ ഫെസ്റ്റിവൽ സീസൺ ആ ഒരു മൂഡിൽ കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരുപാട് മെസ്സേജസ് ഉള്ളൊരു സിനിമയാണ്. ഒരുപാട് ചിന്തിക്കാനും ചിരിക്കാനൊക്കെ ഉള്ള അത്യാവശ്യം നമ്മുടെ ക്രിസ്മസിന്റെ ഫാമിലിയോട് കാണാൻ പറ്റിയ പടം തന്നെയാണ്. പിന്നെ മക്കളോട് കൂടെ എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടി. വില്ലൻ ക്യാരക്ടർ ചെയ്യാനുള്ള അവസരം കിട്ടി. അത് ആദ്യമായിട്ടാണ് മക്കളോട് അഭിനയിക്കുന്നത്. ആ ഒരു അവസരം ഈ പടത്തിലേക്ക് കിട്ടി. എന്തായാലും പടം ക്രിസ്മസ് എന്തായാലും തൂക്കി തന്നെ പറയാം. അടിപൊളി കരോൾ സോങ്സ്, കാര്യങ്ങൾ, പാട്ട് സീനായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. സംബന്ധനം പൊടിച്ചിട്ടുണ്ട്. അടിപൊളി ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ പടം തന്നെ. എന്താ പറയാ, നമ്മള് ഫസ്റ്റ് ടൈം സ്ക്രീനിൽ അങ്ങനെ ഒരു കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും പഠിക്കാൻ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അമ്മയുടെ വകയുള്ള അഡ്വൈസ് എന്തെങ്കിലുണ്ടോ? ചെയ്ത് പഠിക്കാൻ അല്ലാതെ ഇൻഫ്ലുവൻസ് കൊണ്ട് പോരുന്നു. അതെ, നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് അതിനുള്ള ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഭയങ്കര സന്തോഷത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയേക്കണേ. അത്ര എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങി കയറിയ, പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് ഹാപ്പിയാണ്. എല്ലാവരും ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം തൂക്കും. ഇത് പറഞ്ഞതാണ് ക്രിസ്മസ് തൂക്കണം. നിങ്ങൾ പടം കാണട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊളിക്കുക. മലയാള സിനിമയിലോട്ടുള്ള എൻ്റെ ആദ്യത്തെ ഒരു എൻട്രിയാണ് ആഘോഷം എന്ന് പറഞ്ഞ സിനിമ. എൻ്റെ 2 പാട്ടുകൾ ഇതിലുണ്ട്. ഒരെണ്ണം ലവ് സോങ് ആണ്, അത് സോണിയാണ് പാടിയത്. പിന്നെ ഒരു ലഹരിക്കെതിരെയുള്ള പാട്ട് വിനീത് ശ്രീനിവാസൻ ചേട്ടനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ പാട്ടുകൾ ഈ ദിവസങ്ങളിൽ യൂട്യൂബിൽ റിലീസാവും. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കമൻസ് അറിയിക്കുക. എൻ്റെ ഒരു എൻട്രിയാണ്, എല്ലാവരും അനുഗ്രഹിക്കുക. താങ്ക് യു. എന്ത് ടൈപ്പ് പടമായിരിക്കും? ഒരു എന്റർടൈനർ ആയിരിക്കും, ഒരു ഫീൽ ഗുഡ് മൂവി. നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് വന്ന് ഒരു ഫെസ്റ്റിവൽ സീസണിൽ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. താങ്ക് യു.